യുകെയിലെ ILR നിയമങ്ങളിൽ വരാൻ പോകുന്ന ചേഞ്ചസിനെ പറ്റിയുള്ള ഒരു വലിയ ഡ്രാമയ്ക്ക് താമസിയാതെ തിരശ്ശീല വീഴാനുള്ള സാധ്യതയുണ്ട്. അടുത്തയാഴ്ച പ്രധാനമന്ത്രി ആന്റി ബേണം നാഷണൽ കെയർ സർവീസ് രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്ലാനുകളും പദ്ധതികളും ഒക്കെ കൊണ്ടുവരാൻ പോവുകയാണ്. 24-ാം തീയതി ഗാർഡിയൻ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിന്റെ ബേസിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പൊ ഇത് പ്രകാരം അവർ പറയുന്നത് മിക്കവാറും മോസ്റ്റ് ലൈക്ലി കെയർ സ്റ്റാഫിന്റെ ILR നിയമം 5 വർഷം തന്നെ നിലനിർത്താനായിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ILR കിട്ടാനുള്ള ഒരു 98% സാധ്യതകളും കാണുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്, പ്രധാനമന്ത്രിയുടെ അച്ഛൻ ഒരു അൽഷൈമേഴ്സ് രോഗിയായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഈ കെയർ സെക്ടറിനെ പറ്റി വളരെ വളരെ വിഷൻ ഉള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് അറിയാം ഒരാൾക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ, ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷൈമേഴ്സ് വന്നു കഴിഞ്ഞാൽ ആ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകുന്നു, അത് എവിടം വരെ എത്തിച്ചേരുമെന്നും അതിനുള്ള കെയറിനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. ഒരു ചെറിയ കാര്യത്തിന് നമ്മൾ എന്തൊക്കെ നിയമപ്രശ്നങ്ങളും അതുപോലെ നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 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 നഗ്ന സത്യമാണ്. കെയർ സ്റ്റാഫിന്റെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ രാജ്യം പിന്നെയും തല തിരിഞ്ഞു പോകത്തേ ഉള്ളൂ. കൈക്കൂലി കൊടുത്തുള്ള നിയമനങ്ങൾ, ഇല്ലീഗലായിട്ടുള്ള വർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പം അത് രാജ്യത്തിന് പിന്നെയും സാമ്പത്തിക നഷ്ടവും അതുപോലെ ഈ മൈഗ്രേഷൻ ഇരട്ടിയാക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് മിക്കവാറും ഈ ഒരു പ്രശ്നം ഒരു 10 വർഷത്തേക്കെങ്കിലും വലിയൊരു പ്രശ്നമില്ലാതെ സോഷ്യൽ കെയർ കൊണ്ടുപോകണമെങ്കിൽ ഈ നിയമം ഇങ്ങനെ തന്നെ നിർത്തുന്നതായിരിക്കും നല്ലത്. അവർക്ക് അടുത്ത ദിവസം തന്നെ വേണമെങ്കിൽ പുതിയ റൂൾ കൊണ്ടുവരാം. UK ആരൊക്കെ വിസ ഗ്രാന്റ് ചെയ്യുന്നു അവരെല്ലാം 10 വർഷം അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എന്നാ പറയുക നേരത്തെ കിട്ടും, അല്ലെങ്കിൽ തീരെ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ മുന്നോട്ട് പോകും എന്നുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരാം. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ ലൂയിസ് കാസിയുടെ ഒരു സോഷ്യൽ കെയറിനെ പറ്റിയുള്ള ഒരു വലിയ റിപ്പോർട്ട് അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. അത് 2028 കൂടി അത് പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാവുന്നൊക്കെയാണ്. എന്നാൽ പ്രധാനമന്ത്രി ആന്റി ബേണം പറയുന്നത് അല്ല, ഇത് പെട്ടെന്ന് തന്നെ ലൂയിസ് കാസിയുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ച് വേണ്ട ചേഞ്ചസുകൾ സോഷ്യൽ കെയറിൽ കൊണ്ടുവരണമെന്നാണ്. നമുക്ക് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. സെപ്റ്റംബറിൽ പാർലമെന്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും ഇതിന്റെ ഡിസ്കഷൻ ആയിരിക്കും ആദ്യമേ. നിയമം സെപ്റ്റംബറിൽ തന്നെ വരാനുള്ള സാധ്യതകളുണ്ട്.